വലിയ നോമ്പിന്റെ യാത്രാമധ്യേ ക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള യാത്രയെ ധ്യാനിക്കുന്ന ദിനം ഹോശാന ഞായർ. ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 13 വാക്യം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. സഖരിയ പ്രവാചകൻ സാക്ഷിച്ച പ്രവചനത്തിന്റെ സാക്ഷാത്കാരമാണ് യെരുശലേമിലേക്കുള്ള യേശുവിന്റെ യാത്രയിലൂടെ യാഥാർത്ഥ്യമായത്. കീഴ്വഴക്കങ്ങൾ കാറ്റിൽ പറത്തി കഴുതമേൽ കരേറി വരുന്ന ക്രിസ്തുവിന്റെ യാത്ര പാരമ്പര്യ മശിഹാ സങ്കല്പങ്ങൾക്ക് ചലനം സൃഷ്ടിച്ചു. ദേവാലയത്തിന് അകത്തായിരുന്നവരെ പുറത്താക്കിയും പുറത്തായിരുന്നവരെ അകത്താക്കുകയും ചെയ്തുകൊണ്ട് യേശു ദേവാലയം പ്രാർത്ഥനാലയമായി പുനഃപ്രതിഷ്ഠിക്കുന്നു. ലാഭേച്ഛ കൂടാതെ ദേവാലയത്തിൽ പാർക്കുവാനും ദാവീദസുതന് ഹോശാന എന്ന ഹൃദയപൂർവം ആർക്കുവാനും കർത്താവെ കരുത്തേകണമേ എന്ന പ്രാർത്ഥന ഇന്നും പ്രസക്തമാണ്. ലാഭേച്ഛ കൂടാതെ ദേവാലയത്തിൽ പാർക്കുവാനും ദാവീദസുതന് ഹോശാന എന്ന് ഹൃദയപൂർവം ആർക്കുവാനും കർത്താവെ കരുത്തേകണമേ.